നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അബ്സല്യൂട്ട്ലി വൈൽഡ് പ്രീമിയർ ലീഗിലെ ഇന്നലെ രാത്രി നടന്ന മത്സരങ്ങളെ കുറിച്ച് അങ്ങനെ വിശേഷിപ്പിക്കാനാവും. ഇതാ മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. സിറ്റിയുടെ കഴിഞ്ഞ 3 മത്സരങ്ങൾ നോക്കുക. സണ്ടർലാൻഡിനോട് ഗോൾ രഹിത സമനില, ചെൽസിയോട് 1-1 സമനില, ബ്രൈറ്റനോട് 1-1 സമനില. 6 പോയിന്റുകളാണ് ഈ ടൈറ്റിൽ റേസിൽ അവർ ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. വലിയ തിരിച്ചടി സിറ്റിക്ക് സംഭവിച്ചിരിക്കുന്നു. ഇത്തവണത്തെ കിരീട പോരാട്ടത്തിൽ വലിയ ബൂസ്റ്റ് ആഴ്സണലിന് ലഭിച്ചിരിക്കുന്നു എന്നുകൂടി നമ്മൾ അതിനോട് ചേർത്ത് പറയണം. ഇപ്പോൾ മത്സരങ്ങൾ നോക്കുക, അബ്സല്യൂട്ട്ലി വൈൽഡായിരുന്നു. ക്രിസ്റ്റൽ പാലസും ആസ്റ്റൺ വില്ലയും ഗോൾ രഹിത സമനില. ചെൽസിയെ ഫുൾഹാം തോൽപ്പിച്ചു. 2-1 ചെൽസിയെ തോൽപ്പിക്കുന്നത്. ചെൽസിക്ക് വേണ്ടി ഡിലാപ്പ് ഗോൾ അടിച്ചു. എന്നാൽ മറുഭാഗത്ത് ഹിമനസും വിൽസണുമാണ് ഫുൾഹാമിൻ്റെ ഗോളുകൾ നേടിയത്. കുക്കറയ്ക്ക് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ബ്രെൻഫോർഡ് സണ്ടർലൻഡ് മത്സരം ഏകപക്ഷീയ 3 ഗോളുകൾക്ക് ബ്രെൻഫോർഡ് വിജയിച്ച് കയറുമ്പോൾ ഇഗോർ തിയാഗോ അവൻ്റെ ഗോളടി വേളം തുടരുന്ന കാഴ്ചയാണ്. ഇരട്ട ഗോളുകളാണ് അദ്ദേഹം നേടിയത്. ഏതായാലും 3-0 വിജയമാണ് സണ്ടർലൻഡിന് മേലെ ഇപ്പോൾ ബ്രെൻഫോർഡ് നേടിയിരിക്കുന്നത്. അങ്ങനെ പൊളിച്ചടുക്കിയ പ്രകടനം ഇഗോർ തിയാഗോ തുടരുമ്പോൾ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് ആഞ്ചലോട്ടി എടുക്കുമോ എന്ന ചോദ്യമാണ് ഇനി ബാക്കിയുള്ളത്. അതേസമയം ബേൺമൗത്ത് വേഴ്സസ് ടോട്ടൻഹാം പോരാട്ടം 3-2 ബേൺമൗത്ത് വിജയിച്ച് കയറിയെങ്കിൽ സിറ്റിയെ ബ്രൈറ്റനാണ് പൂട്ടിയത്. കളിയിൽ സിറ്റിക്ക് വേണ്ടി ഏർലിംഗ് ഹാലൻഡ് ഗോൾ അടിച്ചു. അവൻ്റെ സിറ്റിക്കായിട്ടുള്ള 150ാമത്തെ ഗോളാണ്. എന്നാൽ മിത്തോമയിലൂടെ ബ്രൈറ്റൺ ആ ഗോൾ മടക്കി അടിച്ചതോടെ സിറ്റിയുടെ പ്രതീക്ഷകൾ അവിടെ അവസാനിക്കുകയായിരുന്നു. 172 മത്സരങ്ങളിൽ നിന്നാണ് 150 ഗോളുകൾ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് ഏർലിംഗ് ഹാലൻഡ് പൂർത്തിയാക്കിയിരിക്കുന്നത്. കൂടാതെ 24 അസിസ്റ്റുകളുമുണ്ട്. എന്ന് പറഞ്ഞാൽ 174 ഗോൾ കോൺട്രിബ്യൂഷൻസ് വെറും 172 മത്സരങ്ങളിൽ നിന്ന് നേടിക്കൊണ്ട് ഹാലൻഡ് അവൻ്റെ മികവ് തുടരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം എവേർട്ടൺ വേഴ്സസ് വോൾസ് മത്സരം വീണ്ടും ഒരു സമനില, 1-1 സമനില. തീർന്നില്ല. ബേൺലി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം 2-2 സമനില. അമോറിമിനെ സാക്ക് ചെയ്തതിന് ശേഷം ഡാരൻ ഫ്ലെച്ചർ കെയർടേക്കറായതിനു ശേഷമുള്ള മത്സരം. സെസ്കോയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ 2 ഗോളുകളും നേടിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും യുണൈറ്റഡ് ആ കളിയും വിജയിച്ചില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം. എന്നാൽ ന്യൂകാസിൽ വേഴ്സസ് ലീഡ്സ് യുണൈറ്റഡ് മത്സരം ആബ്സല്യൂട്ട്ലി വൈൽഡായിരുന്നു. 3 തവണ ലീഡ്സ് ലീഡെടുത്തതാണ്. എന്നിട്ടും അവർ 4-3 തോറ്റു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 32ാമത്തെ മിനിറ്റിൽ ആരോൺസണിലൂടെ ലീഡ്സാണ് ലീഡെടുത്തത്. എന്നാൽ 36ാമത്തെ മിനിറ്റിൽ ഗോൾ മടക്കിയടിച്ചു ന്യൂകാസിൽ യുണൈറ്റഡ്. ഏതായാലും മത്സരത്തിൽ വീണ്ടും ലീഡെടുക്കുന്നു ലീഡ്സ് യുണൈറ്റഡ്. കാൽവർട്ട് ലെവനിലൂടെ അവർ ഇടവേളക്ക് തൊട്ടു മുമ്പ് ലീഡ് പിടിച്ചതാണ്. എന്നാൽ ജോലിൻറ്റനിലൂടെ 54ാമത്തെ മിനിറ്റിൽ സമനില പിടിക്കുന്നു ന്യൂകാസിൽ യുണൈറ്റഡ്. 79ാമത്തെ മിനിറ്റിൽ വീണ്ടും ലീഡ്സ് യുണൈറ്റഡ് ആരോൺസണിലൂടെ ലീഡ് പിടിക്കുന്നു. എന്നാൽ കളി തീരുന്നതിന് തൊട്ടു മുമ്പ് ഗുയിമാറസിൻ്റെ പെനാൽറ്റി ഗോളിലൂടെ ഒപ്പം പിടിച്ച ന്യൂകാസിൽ യുണൈറ്റഡ് വീണ്ടും ബാർണസിലൂടെ അടുത്ത ഗോൾ അടിച്ചുകൊണ്ട് അവസാന ഘട്ടത്തിൽ വിജയം തന്നെ ഉറപ്പാക്കുകയായിരുന്നു. അങ്ങനെ ആബ്സല്യൂട്ട്ലി വൈൽഡ് എന്ന് പറയാവുന്ന ഒരു എൻഡാണ് ഈ കളിക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ മത്സരങ്ങൾ കഴിയുമ്പോൾ സിറ്റി 21 കളി 43 പോയിന്റ് 2ാം സ്ഥാനത്ത്, ആഴ്സണൽ 20 കളി 48 പോയിൻ്റാണ്. ആഴ്സണലിന് കൃത്യമായ അഡ്വാൻറ്റേജ് ആയിരിക്കുന്നു. ആസ്റ്റൺ വില്ലയ്ക്ക് 43 പോയിൻ്റ് ഉണ്ട്, അവർ 3ാം സ്ഥാനത്ത്. ലിവർപൂൾ 20 കളി 34 പോയിൻ്റായിട്ട് നിൽക്കുകയാണ്. ന്യൂകാസിലിന് 32 പോയിൻറ്റ്, ബ്രെൻഫോർഡിന് 33 പോയിൻറ്റ്, യുണൈറ്റഡിന് 32 പോയിൻറ്റ്. കളി അവിടെ മുറുകുമ്പോൾ ആഴ്സണൽ തന്നെയാണ് ആധിപത്യത്തോടു കൂടി കുതിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.